ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എനിക്കേറ്റവും വലിയ സന്തോഷം തരുന്നത് അല്ലെങ്കിൽ അഭിമാനം തരുന്നത് ആമസോണും ഫേസ്ബുക്കും ഗൂഗിളും മൈക്രോസോഫ്റ്റും ദുബായ് ഗവൺമെൻറ്റും അമേരിക്കൻ DFC ഒന്നും എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്നതിനേക്കാൾ ഉപരി ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ചേർത്തലയിൽ നിന്ന് ആരംഭിച്ച ഈ മീൻ കച്ചവടം ഇന്ന് ഇന്ത്യയിൽ 17,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു എന്നതാണ്. കുറഞ്ഞ വർഷങ്ങൾക്കകം തന്നെ ഇന്ത്യയിലും UAE-യിലെയും നമ്പർ 1 ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞാനിത് പറയുമ്പോൾ നിങ്ങളിതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് തരരുത്. എൻ്റെയോ എൻ്റെ പാർട്ണർ ഷാൻ കടവിലിൻ്റെയോ കഴിവും പ്രാപ്തിയും ഇതൊന്നും കൊണ്ടല്ല. ഇത് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളുടെ ടീം വർക്കിൻ്റെ ഫലമാണ്. ഞാനിപ്പോൾ ഈ വെള്ളി വെളിച്ചത്തിലൂടെ നിൽക്കുമ്പോൾ എൻ്റെ കമ്പനിക്ക് വേണ്ടി കടപ്പുറങ്ങളിൽ അലയുന്ന കുറേ ആൾക്കാരുണ്ട്. ഫാക്ടറികളിൽ 0 to 4 ഡിഗ്രിയിലും -18 ഡിഗ്രിയിലും ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം ടെക്നിക്കൽ വശങ്ങൾ നോക്കുന്ന ഒത്തിരി IT-ക്കാരുണ്ട്. ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒത്തൊരുമയുള്ള പ്രവർത്തനമാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. അപ്പോൾ ടീമിനെ കൊണ്ട് നടക്കുക എന്നതാണ് എൻ്റെയും ഷാൻ്റെയും പ്രധാനപ്പെട്ട ജോലി. ബിസിനസ് ചെയ്യുന്ന നിങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പഴയകാല സ്വപ്നങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങളെവിടെയാണ് ജീവിക്കുന്നതെന്നറിയോ? ഞാനും നിങ്ങളും ജീവിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന, ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ D2C ബ്രാൻഡുകളെയും നിങ്ങളെടുത്തോ. ആപ്പിൾ, ഹുണ്ടായി, സാംസങ്, കിയ, നിങ്ങൾക്കറിയാവുന്ന എല്ലാം എടുത്തോ. ബെൻസ്, ഈ കമ്പനികളുടെയൊക്കെ എല്ലാ വർഷത്തെയും ബഡ്ജറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് അടിച്ചാൽ കിട്ടും. അതിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ 50% ഈ എല്ലാ കമ്പനിക്കാരും ചെലവഴിക്കുന്നത് ഈ ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കാനാണ്. ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങളും ജനിച്ചു വളർന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾക്കതാവുന്നില്ല? എൻ്റെ ഒരു വലിയ സങ്കടം എന്നാണെന്നറിയോ? ഫ്രഷ് ടു ഹോമിലേക്ക് കുറേ ആൾക്കാരുടെ ഫണ്ടൊക്കെ വന്നു, നമുക്ക് പൈസയൊക്കെ വന്നു. അപ്പം ഞങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് അതിൻ്റെ നേട്ടം അവരും കൊണ്ടുപോകുന്നുണ്ട്, വാല്യുവേഷൻ അവർക്കും കൂടുന്നുണ്ട്. പക്ഷേ ഈ കഷ്ടപ്പാടിൻ്റെ ഫലം കൊണ്ടുപോകുന്നവർ നമ്മളെ സഹായിച്ചവരാണെങ്കിൽ കൂടി എൻ്റെ സങ്കടം, ഒരു മലയാളി പ്രസ്ഥാനം പോലും അതിനകത്തേക്ക് വന്നതിൻ്റെ പ്രയോജനമെടുക്കാൻ സാധിച്ചില്ല എന്നതാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയുമൊക്കെ മനസ്ഥിതി വേറൊന്നാണ്. ഞാനിന്ന് 1 കോടി രൂപ നിക്ഷേപിക്കുന്നുവെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും റിയൽ എസ്റ്റേറ്റിലോ വീട് പണിയാനോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയുടെ ബുദ്ധികളിൽ നിക്ഷേപിക്കണം, അവരുടെ ഐഡിയകളിൽ നിക്ഷേപിക്കണം. നിങ്ങൾ 10 കമ്പനികളിൽ നിക്ഷേപിച്ചാൽ 9 പൊട്ടിപ്പോവും. പൊയ്ക്കോട്ടെ, ഒരെണ്ണം മതി. ഞങ്ങളുടെ കമ്പനിയിൽ ആദ്യം ഏഞ്ചൽ ഫണ്ടിങ് നടത്തിയതിൽ ഒരാളാണ് ഫേസ്ബുക്കിൻ്റെ CFO. അദ്ദേഹത്തിന് നമ്മൾക്കിന്ന് പുറത്തേക്ക് പോകാവുന്ന സമയം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഫണ്ടിങ്ങിൽ അദ്ദേഹത്തോട് പറഞ്ഞ്, സാറേ പോകുമായിരുന്നെങ്കിൽ നമുക്ക് പുതിയൊരാളും ഇല്ല, ഞാൻ പോകുന്നില്ല. ഒരാളും പോകാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ചില മലയാളി പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളോട് ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരു ചെറിയ ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഞങ്ങളും ഞങ്ങളുടെ റേറ്റും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനികൾക്ക് എടുക്കാവുന്ന ഒരവസ്ഥയിലാണ്. ഞങ്ങളുടെ ഒരു പ്ലാൻ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്കും 2 വർഷത്തിനകം ഞങ്ങളുടെ IPO-യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും എല്ലാം പങ്കുചേരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ മാത്രം അറിയുന്നില്ല, ലോകം മുഴുവൻ അറിയുകയും അവർ വന്ന് നമ്മളെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഇലക്ട്രോണിക്സ് കണക്ക് വെച്ചിട്ട് ഇന്ത്യയുടെ ജനസംഖ്യ 142 കോടിയാണ്.
ഞാൻ ആദ്യം മീൻ കച്ചവടം പറയാം, എന്നിട്ട് അതിലേക്ക് വരാം. ഇന്ത്യയിലെ മീൻ കച്ചവടം ഞാൻ 2012 ആദ്യമായി seatohome.com എന്ന പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഇന്ത്യയിലെ മീൻ മാർക്കറ്റ്, ഞാനും നിങ്ങളും കഴിച്ചു തീർക്കുന്ന പച്ച മീനിൻ്റെ മാർക്കറ്റ് $50 ബില്യൺ അധികമായിരുന്നു. ഞാൻ ഈ ബിസിനസ്സുകാരനാകാൻ മോഹം മൂത്ത് കൊച്ചിലെവർ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാ ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഗൂഗിളൊന്നുമില്ല പഠിക്കാൻ. അന്നുണ്ടായിരുന്ന പുസ്തകം വായിച്ചും മാഗസിൻ വായിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് അന്നത്തെ ഏറ്റവും വലിയ ഞാൻ കണ്ടിരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമയുടേതാണ്, അമേരിക്കയിലെ. അത് $48 ബില്യൺ മാത്രമുള്ള ആ വർഷം ഇന്ത്യയിലെ പച്ചമീനിൻ്റെ മാർക്കറ്റ് മാത്രം $50 ബില്യൺ ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ പച്ചമീനിൻ്റെയും മീറ്റിൻ്റെയും കൂടി മാർക്കറ്റ് 79.5 ബില്യണാണ്. കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചാൽ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഈ ഇന്ത്യൻ സീ ഫുഡ് മാർക്കറ്റിൻ്റെ 97% ഈവൻ നൗ ഇപ്പോഴും നടക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ഞങ്ങളടക്കമുള്ള ഓൺലൈൻ കമ്പനിക്കാരും ഇതിനപ്പുറത്ത് കാണുന്ന ലുലു അടക്കമുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും ചേർന്നാൽ ആകെ മീൻ കച്ചവടത്തിൻ്റെ 3% മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ 3%-ൽ വെറും 6% ഓൺലൈൻ കച്ചവടം ചെയ്യുന്നുള്ളൂ. ആ 6%-ൽ ഇന്ത്യയിലെ നമ്പർ 1 ഫ്രഷ് ടു ഹോമിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1100 കോടിയാണ്. മീൻസ് ഞങ്ങളിൽ പൈസ നിക്ഷേപിക്കുന്നവർ കാണുന്നതിൻ്റെ മഹത്വം അതാണ്. 3%-നുള്ളിലെ 6%-ൻ്റെ ഇത്രയും വളർന്നുവെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ബാക്കി 97% കിടപ്പുണ്ട് ഇനിയും. അതുകൊണ്ട് നിങ്ങൾ ഏത് ഫീൽഡിലായാലും 142 കോടി ജനങ്ങളിലെ 90% നിങ്ങൾ വിട്ടുകളാം. ബാക്കി 14 കോടി ജനങ്ങളെടുക്കുക. നിങ്ങൾ വലിയ മലമറിച്ച കമ്പ്യൂട്ടറൊന്നും വിൽക്കണ്ട, നിങ്ങളൊരു തീപ്പെട്ടി വിറ്റാൽ മതി. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കിയോ. 14 കോടി ജനങ്ങൾ നിങ്ങളെടുക്കുന്ന ഒരു ദിവസം ഒരു തീപ്പെട്ടി മേടിച്ചാൽ, വേണ്ട ഒരു തീപ്പെട്ടിക്കൊള്ളി മേടിച്ചാലും നിങ്ങളുടെ ടേൺ ഓവർ ഫ്രഷ് ഹോമിനേക്കാൾ വലുതായിരിക്കും. അത്രയും വലിയൊരു മാർക്കറ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചോ ഇന്ത്യൻ മീൻ കച്ചവടത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിരുന്ന ഒരാളല്ല. കാരണം ഇന്ത്യയിൽ മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആർക്കും വേണ്ടാത്ത ഒരു ഗ്ലാമറും ഇല്ലാത്തൊരു ബിസിനസ്സാണ്. ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ ഫ്രഷ് സീ ഫുഡിൻ്റെ എക്സ്പോർട്ടറായിരുന്നു. അപ്പോഴാണ് 2008 അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി തകർന്ന് മൊത്തം കൊളായിക്കുന്ന സമയത്ത് നമ്മൾ പറയല്ലേ, ഇപ്പോൾ പറയല്ലേ, ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് കോവിഡ് എന്ന് പറയുന്ന പോലെ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് റിസഷനിൽ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും ഒക്കെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുന്ന രാജ്യങ്ങൾ ഓരോ ദിവസവും 50 സെൻറ്റും 20 സെൻറ്റും 30 സെൻറ്റും കുറയ്ക്കാൻ തുടങ്ങി. പക്ഷേ എപ്പോഴും എക്സ്പോർട്ട് മാർക്കറ്റിൽ $1 കുറഞ്ഞാൽ പിറ്റേ ദിവസം അല്ല അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ കടപ്പുറങ്ങളുടെ റേറ്റും കുറയും. അത് സ്വാഭാവികമാണ്. ഇതവിടെ നിങ്ങളുടെ ഗവർണർ ഇരിപ്പുണ്ട്, അദ്ദേഹമൊക്കെ സീ ഫുഡിൽ നല്ല പരിചയമുള്ള അദ്ദേഹം, എലൈറ്റിൻ്റെ. അപ്പോൾ അവർക്കൊക്കെ അറിയാമത്. പക്ഷേ 2008 ആ റെസിഷൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കുലുക്കം ഉണ്ടാക്കിയില്ല. ഇന്ത്യയിലെ 100 രൂപയുടെ മീൻ 110 ആകുന്നതല്ല 90-ലേക്ക് പോകുന്നില്ല. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും നാൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഓരോന്ന് ഞാൻ വിൽക്കേണ്ടി വന്നു. കാരണം എനിക്കിപ്പോഴും അങ്ങനെ, ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള കടപ്പുറത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഞാൻ കൃത്യമായി പൈസ കൊടുത്തില്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും പൈസ കൊടുക്കണം. അവർക്ക് റേഷൻ കട ശനിയാഴ്ച പോയി വാങ്ങണം. അതാണ് അവരുടെ ജീവിതം. ഇപ്പോഴും ഒരുപക്ഷെ പരിധിവരെ അവരെയാണ്. അത്തരം ആൾക്കാരെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ദിവസം പോലും മുടക്കം വരാതിരിക്കണമെങ്കിൽ എൻ്റെ നഷ്ടമൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ മുതലുകളും വിറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അത്താഴം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. എൻ്റെ മോള് നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ട്. അവൾ മൂവാറ്റുപുഴ റോട്ടറി മെമ്പറാണ്. അപ്പോൾ കുട്ടികളന്ന് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട്, വൈഫ് എല്ലാ ദിവസവും അറിയുന്നുണ്ട്, കാറ് വിൽക്കുന്നു, വീട് മാത്രമുണ്ട്, ബാക്കി പറമ്പ് വിൽക്കുന്നു, ഞാൻ മേടിച്ചതൊക്കെ ഓരോന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു, പിന്നെ എന്തിനാണ് നമ്മൾ ഈ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? നമുക്ക് ഈ വില കൂടിയ രാജ്യത്ത് വിറ്റാൽ പോരെ? സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഫ്രഷ് ടു ഹോം എന്ന പ്രസ്ഥാനവും ഞാനും എന്താണോ അതിൻ്റെ പിന്നിലുണ്ടായ സ്പാർക്ക്, ആ ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് ഇവിടം വരെ എത്താനും ഇവിടം വരെ വരാനും ഇന്ത്യൻ സീ ഫുഡ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഞാൻ തയ്യാറായത്. കാരണം
ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പെണ്ണ് പോലും കിട്ടിയാലും മീൻ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ. ഈവൻ ഇപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എൻ്റെ മോൻ അല്ലെ എൻ്റെ മോള് മീൻ കച്ചവടക്കാരെന്ന്? നിങ്ങൾ കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കാനും പോണില്ല അടുത്തൊന്നും. എൻ്റെ ചാച്ചനും അമ്മച്ചി പോലും ഇപ്പോഴും പറയണത് അവൻ ഫ്രഷ് ടു ഹോം എന്ന് പറയും, മീൻ കച്ചവടക്കാരനെന്ന് പറയില്ല. പക്ഷെ ഞാൻ വളരെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയാം, ഞാൻ മീൻ കച്ചവടക്കാരനാണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ എന്തുകൊണ്ട് എന്നെ നിങ്ങളിവിടെ വിളിച്ചു? ഇവിടെ എത്രയോ മീൻ കച്ചവടക്കാരുണ്ട്. അവർ ഞാനും ചെയ്യുന്ന ഒരേ ജോലിയില്ലേ? ഞങ്ങൾ മീൻ എടുക്കുന്നു, എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അതാണ് എന്നെ ജീവിതം ആദ്യം പഠിപ്പിച്ചത്. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നതിന്. അപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലേ, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, ഓഹ് ഞാൻ ന്യൂയോർക്കിലെങ്ങാനാണ് ജനിച്ചിരുന്നെങ്കിൽ തകർത്തേനെ, ഞാനങ്ങ് മോസ്കോയിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കിട്ടിയില്ലായിരുന്നു. ചുമ്മാ പറയണതാണ്, മലയാളിയുടെ എക്സ്ക്യൂസ് അതൊക്കെ. ഇത് ഈ സാധനത്തിനുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് വിവരം ലോകത്ത് വേണമെങ്കിലും നിങ്ങൾ ആ ഗൂഗിളിൽ കയറി അടിച്ചാൽ ചേർത്തലയിലെ പള്ളിപ്പുറത്തിരിക്കുന്ന മാത്യുവിന് തരുന്ന അതേ വിവരം തന്നെയാണ് ന്യൂയോർക്കിലെ സായിപ്പൂട്ടിന് കൊടുക്കുന്നത്. ഒരു മാറ്റവും ഇല്ലെന്ന് ഉണ്ടാ. അവൻ വെളുത്തവനാണ്, സായിപ്പൂട്ടനാണ്, സായിപ്പിന് ഒരു വ്യത്യാസവും ഇല്ലെന്ന്. എനിക്കും അവനും ഒരേ വിവരമാണ് തരുന്നത്. അപ്പം നമ്മൾ ഇവിടെ ആയിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ തകർത്തനെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്ന. നമ്മുടെ മുന്നിലും ലോകത്തിൻ്റെ മുന്നിലും ഇന്ന് എല്ലാവരുടെയും മുന്നിൽ കിട്ടുന്ന വിവരങ്ങളും ശേഖരങ്ങളും എല്ലാം ഒന്നാണ്, ഒരു മാറ്റവും ഇല്ല. അതിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ടെക്നോളജിയെ നമ്മൾ എത്രത്തോളം നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. ടെക്നോളജി ഇല്ലാതെ, ഞാനിതുപോലെ കേരളത്തിലെ ഒരു ഫേമസ് ചെരുപ്പ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ സംസാരിക്കുക. അപ്പം ഞാൻ അവരോട് ടെക്നോളജിയെക്കുറിച്ചൊക്കെ കുറേ കാര്യം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒരു വലിയ എഴുന്നേറ്റ് പറഞ്ഞേ, അമ്മോൻ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ ആ മറ്റേ കുന്ത്രണ്ട ഇല്ലേ, അത് ശരിയല്ല. ഞാൻ ഏത് കുന്ത്രണ്ടം? ടെക്നോളജീനെ പുള്ളി പറയണത്. അപ്പോൾ എന്തു പറ്റി? അത് ഞങ്ങൾ 40 വർഷമായിട്ട്, ഞങ്ങൾ 2-3 തലമുറയായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ ചെരുപ്പ് വെച്ചോളാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കൾ ഇപ്പം കടയിൽ പോകുന്നുണ്ട്, അവനിപ്പോൾ ഒരു ആൾ വന്നൊരു 10 ചെരുപ്പ് മേടിച്ചാൽ ഈ കുന്ത്രാണ്ട ഇല്ലാണ്ട് അവന് കണക്ക് കൂട്ടാൻ പോലും അറിയാൻ പറ്റില്ല. പുള്ളി കാൽക്കുലേറ്ററായി പറയണത്. അതുകൊണ്ട് അതിനോട് മാത്രമേ എനിക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ വല്യപ്പ 40 വർഷമൊക്കെ നിങ്ങൾ ചെയ്ത് കാണും, നിങ്ങൾ നമ്പർ 1 ആയി കാണും. പക്ഷെ അടുത്ത 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ടെക്നോളജി കൊണ്ടുവന്നില്ല, വേറെ ആമ്പിളർ അതും കൊണ്ട് പോകും, ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, സാറിന് ഒരു ഡേറ്റൊക്കെ ഫ്രീ ആണ്. ഞാൻ എന്താ കാര്യം? ഞങ്ങളുടെ ഒരു കട ഉദ്ഘാടനം ഉണ്ട്, അത് വിളിക്കുക, അത് ഉദ്ഘാടനം ചെയ്ത് തന്നോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെ അല്ലല്ലോ, വല്ല സിനിമാടന്മാരൊക്കെ വിളിച്ചാൽ പോരെ, വല്ല സാറാണ് ഇതിൻ്റെ കാരണക്കാരൻ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്ന് വന്നപ്പോൾ ഒരു വല്യപ്പൻ പറഞ്ഞില്ലേ, ആ വല്യപ്പൻ്റെ മൂത്ത മോനാണ് ഞാൻ. അപ്പം ഞങ്ങൾ 3 മക്കളും അപ്പനും 4 പേരുണ്ട്. ഈ 4 പേരിൽ ആരെങ്കിലും 1-2 പേര് 4 ഷട്ടറുള്ള വലിയ കടയാണ്. ഞങ്ങൾ ആരെങ്കിലും കട വേണം 1-2 പേര്, കാരണം എല്ലാം കണ്ണുകൊണ്ട് കണ്ടു വേണം ചെയ്യാൻ. ഞങ്ങളുടെ അപ്പനോട് എപ്പോഴും പറയും, ഒരു സോഫ്റ്റ്വെയർ വയ്ക്കുക, അത് വയ്ക്കുക. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. എന്തായാലും സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പനെ സമ്മതിച്ച്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ഒരാളും വേണ്ട അതിനകത്തുനിന്ന്. പണ്ട് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കുറേ സൗദി ആയിരിക്കും, അത് കഴിയുമ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണം, അത് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ പ്രസവിക്കും, പിന്നെ അവൻ്റെ ഭാര്യ പ്രസവിക്കും. അങ്ങനെ എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും 2 പേരെ ഫ്രീ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ആരും വേണ്ടെന്ന്. അതുകൊണ്ട് മൂത്ത മകനായി എനിക്ക് പുതിയ കട ഇടുവാണ്. 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇളയാൾക്ക് വേറൊരു കട ഞങ്ങൾ വേറൊരു ടൗണിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ടെക്നോളജി ഉപയോഗിക്കാതെ ഇനി നിങ്ങൾ എന്ത് ബിസിനസ്സിലായാലും, ഇവിടെ പച്ചമീൻ കച്ചവടത്തിൽ ടെക്നോളജി കൊണ്ടുവരാമെങ്കിലാണ് പിന്നെ ബാക്കിയുള്ളത്. നിങ്ങളൊക്കെ എന്തായാലും അത്രയും താഴത്തെ സാധനമായിരിക്കും, അതിൽ ചുടി മുകളിലുള്ള സാധനം ചെയ്യണവരായിരിക്കും അല്ലേ? ഫ്രഷ് ടു ഹോമിന് അമേരിക്കൻ ഗവൺമെൻറ് പേറ്റന്റ് എന്തിനാണെന്നറിയോ? പേറ്റന്റ് കിട്ടിയേക്കുന്നത് ഞങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് ആപ്പിനാണ്. നിങ്ങൾ ഫ്രഷ് ടു ഹോമിൻ്റെ ആപ്പ് കാണുന്നത് കസ്റ്റമർ വാങ്ങുന്ന ആപ്പാണ്. അതല്ലാതെ ഞങ്ങൾക്കൊരു ആപ്പുണ്ട്. അതായത് ഞാൻ നേരത്തെ വെളുപ്പിനെ 3 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ കിട്ടുകയുള്ളായിരുന്നു. രാത്രിയിൽ ഒരു 12-1 മണിയാകും തൂത്തുക്കുടി തമിഴ്നാടുള്ള ഹാർബറിൽ അടയ്ക്കുമ്പോൾ. പിന്നെ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ വീണ്ടും ഞാൻ കൊച്ചിയിലെ മുനമ്പത്ത് ഏതെങ്കിലും ഒരു ഹാർബറിൽ പോകും, ബാക്കിയുള്ളടത്ത് മൊബൈൽ മാനേജ് ചെയ്യും. അപ്പോൾ 3 മണിക്കൂറാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഈ 3 മണിക്കൂർ, പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴാണ് വലിയ കഷ്ടപ്പാടെന്ന് നിങ്ങൾക്ക് തോന്നണം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ 3 മണിക്കൂർ ഉറങ്ങിയിരുന്ന ഞാൻ, എൻ്റെ കൂടെ ഷാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ കടപ്പുറത്ത് വന്ന് ഷാന് മനസ്സിലായി ഇത് മാത്യു ഒറ്റയ്ക്ക് നിന്ന മാത്യുവിൻ്റെ ജീവിതം തീർന്നു. കാരണം അന്ന് എനിക്ക് 10,000, 5,000, 6,000 കിലോ ചരക്ക് മതി. ഇന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ 40,000-ലധികം കിലോ മീൻ തന്നെ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ ഇങ്ങനെ ഉറക്കം നിന്ന് ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ ടെക്നിക്കൽ ടീം വന്ന് ജയേഷ് എന്നാണ് ഞങ്ങളുടെ CTOയുടെ പേര്. ജയേഷ് ഞങ്ങളുടെ കോ-ഫൗണ്ടറാണ്. ജയേഷ് എൻ്റെ കൂടെ വന്ന്, മലയാളിയാണ് പുള്ളി, എൻ്റെ കൂടെ കൊച്ചിയിലും മുനമ്പത്തൊക്കെ ഹാർബറിൽ വന്ന് ഇതെല്ലാം കണ്ടിട്ട് അവരുടെ ടീം ഒരു ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങുന്നത്. ആ ആപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ ഇപ്പം നെയ്മീൻ വന്നെന്ന് വെച്ചോ, നെയ്മീൻ വന്നെങ്കിൽ കൊച്ചിൻ ഹാർബറിലെ ആൾ നെയ്മീൻ്റെ പടത്തെ കുത്തും. ആകെ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും വാട്സപ്പ് പഠിക്കാനറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വാട്സപ്പ് രൂപേണ സാധനം ഉണ്ടാക്കിയാലേ ഇത് ഏക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഇവരോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇച്ചിരി പാടാം. അപ്പോൾ വാട്സപ്പ് രൂപേണ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പം നെയ്മീൻ വരുവാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഇത് നെയ്മീൻ കുത്തും. നെയ്മീനെ കുത്തി കഴിയുമ്പോൾ സൈസ് ചോദിക്കും, 1 കിലോ 2 കിലോ 2 കിലോ 5 കിലോ 5 കിലോ അപ്പം അതും കുത്തി കൊടുത്താൽ മതി. ആകെ അവൻ ചെയ്യേണ്ടത് റേറ്റ് മാത്രം അടിച്ചു കൊടുക്കണം. അതൊക്കെ അവർക്കറിയാം. കണക്കും കാനൊക്കെ അവർക്ക് നല്ല പക്കായിട്ടറിയാം. അവർ 500 രൂപ എന്ന് എഴുതി വെച്ചു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഞങ്ങൾ ആപ്പവന് മറുപടി കൊടുക്കും, നീ 500 കിലോ വാങ്ങിക്കുമെന്നായിരിക്കും. ഇതെല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ഇവരെ കൊണ്ട് പറ്റിയല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ആ വരുന്നതിനെ, അവൻ വാങ്ങാനാണ് പറയുന്നതെങ്കിൽ ആ വരുന്ന മെസ്സേജ് പച്ച കളർ വരും, ഗ്രീൻ കളർ വരും. അപ്പോൾ എൻ്റെ സുഹൃത്തിന് മനസ്സിലാവും, ഗ്രീൻ കളറിലാണ് വന്നെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത്ര കിലോ എന്ന് എഴുതിയിട്ടുണ്ട്, അത്രയും കിലോ ഞാൻ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചോ എന്നാണ് കമ്പനി എന്നോട് പറഞ്ഞത്. മനസ്സിലായി. അതല്ല വാങ്ങണ്ട എന്നാണെങ്കിൽ ആ വരുന്ന മെസ്സേജ് റെഡ് കളറിലായിരിക്കും. അപ്പോൾ അവന് മനസ്സിലാവും ഇത് വാങ്ങാൻ പറ്റിയാലോ, ഒന്നെങ്കിൽ എൻ്റെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും 2-3 ലേലം കഴിയുമ്പോൾ റേറ്റ് കുറഞ്ഞവന് വീണ്ടും അടിച്ചു കൊടുക്കും. ഞാനിത് പറഞ്ഞത് അങ്ങനെ ലോകത്തിലെ ആദ്യമായി അൺഓർഗനൈസ്ഡായ ഫിഷ് ലേലത്തെ ആപ്പിൽ കൊണ്ടുവന്ന ഫ്രഷ് ടു ഹോമാണ്. ആ ആപ്പിനാണ് ഞങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പേറ്റന്റ് ലഭിച്ചിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് അത്രയും അൺഓർഗനൈസ്ഡ് സെക്ടറെ പോലും നമുക്കൊരു ആപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സിനെയും നമ്മൾ ടെക്നോളജി കൊണ്ടുവന്ന് അതെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് വളരാൻ പറ്റൂ. എൻ്റെ അമ്മച്ചി എന്നൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു പണ്ട്. ഞാൻ അമ്മച്ചി നോക്കുമ്പോൾ ഇന്ന് ബാംഗ്ലൂർ തുടങ്ങുന്നു, നാളെ ഹൈദരാബാദ് തുടങ്ങുന്നു, മറ്റന്നാൾ അവിടെ തുടങ്ങുന്നു, പിന്നെ ദുബായ് തുടങ്ങുന്നു. അപ്പോൾ അമ്മച്ചിനോട് പറയും, മോനെ കണ്ണെത്താവുന്നതേ ചെയ്യാവൂന്ന് പറയും. അല്ല, നിങ്ങളോടും പറഞ്ഞാണോ ആരെങ്കിലൊക്കെ? അത് ശരിയാണ് അവർ പറഞ്ഞത്. അമ്മച്ചി പറഞ്ഞ 100% ശരിയാണ്. ഒരു ബിസിനസ്സിൻ്റെ ഒരു ബേസിക് തത്വമാണ്, എല്ലായിടത്തും നമ്മുടെ കണ്ണെത്തണം. പക്ഷേ അമ്മച്ചിയുടെയൊക്കെ തലമുറയിൽ ചേർത്തലയിൽ താമസിക്കുന്ന എൻ്റെ കണ്ണ് തെക്കേ അറ്റത്തോട്ട് പോയാൽ ആലപ്പുഴ വരെ എത്തും, വടക്കോട്ട് പോയാൽ എറണാകുളം വരെ എത്തും. അതിനപ്പുറത്തേക്ക് കണ്ണെത്താനേ പറ്റില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഇന്ത്യയിൽ ഇന്ന് ഞങ്ങൾക്ക് 8 ഫാക്ടറികളുണ്ട്. ദുബായിലൊരു ഫാക്ടറി ഉണ്ട്. ഞാൻ ഈ സ്ഥാനത്ത് നോക്കിയിട്ട് പറയാം, എൻ്റെ ബോംബെയിലെ പ്ലാന്റിൽ എത്ര സമയമായി ഏത് വണ്ടി ഏത് സെക്യൂരിറ്റി ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഇത് നോക്കി പറയാം, എൻ്റെ ദുബായിലെ കമ്പനിയിൽ ഏത് ബോക്സിലാണ് ഐസ് ഇല്ലാതിരിക്കുന്നതെന്ന്. ഞാൻ ഇത് നോക്കി പറയാം, എൻ്റെ നോയിഡയിലെ ഫാക്ടറിയിൽ ആരാണ് അവിടെ ജോലി ചെയ്യാൻ നിൽക്കുന്നതെന്ന്. മീൻസ് എൻ്റെയും നിങ്ങളുടെയും കാലഘട്ടത്തിൽ കാഴ്ചകൾക്ക് പരിധികളേയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ലോകം മുഴുവൻ പറന്ന് നടന്ന് കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. അതിനെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും നമ്മളെ വന്ന് ഉപയോഗിക്കപ്പെടും. നമ്മൾ അതിന് ചാൻസ് കൊടുക്കാതെ ലോകത്തിലെ ഏത് കമ്പനിയുടെ ടോപ്പിലിരിക്കണോ ഒക്കെ മലയാളികളാണ്. നമുക്ക് തലയില്ലാഞ്ഞിട്ടാണ്. നമ്മൾക്ക് തലയുണ്ട്, നമ്മൾക്ക് ബുദ്ധിയുണ്ട്. നമ്മളുടെ അത്രയും ഒരു പ്രായോഗിക ബുദ്ധിയുള്ള മറ്റൊരു സമുദായം, മറ്റൊരു ആൾക്കാർ വളരെ കുറവാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് വേറെയുള്ള ആൾക്കാർ ഉപയോഗിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ രാഷ്ട്രീയപരമായ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. രാഷ്ട്രീയം പറയുമ്പോൾ കേരളം ബിസിനസ്സിന് പറ്റിയ മണ്ണാണോ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ബിസിനസ് ചെയ്ത് പഠിക്കാൻ ഇത്രയും പറ്റിയ പാഠശാല ലോകത്ത് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടിയാൽ ഒരു സംശയമില്ല. നിങ്ങൾ ഇവിടെ പഠിച്ചാൽ എവിടെ പോയും കച്ചവടം ചെയ്യാം. പൂച്ച 4 കാലേ വീഴുന്നു പറയും. കേരളത്തിൽ കച്ചവടം ചെയ്യാൻ നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾ എവിടെ 4 കാലേ വീഴുള്ളൂ. ഞാനൊരു ദിവസം ബോംബെ എൻ്റെ പ്ലാന്റിലിരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അവിടുത്തെ ബോംബെയിലെ ഫാക്ടറി മാനേജരും GM ഒക്കെ ഓടിച്ചാടി നടക്കും. ഞാൻ എന്താ കാര്യം? FSSAക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതിയെ അവിടെ ചിരിക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരതിലേക്ക് വിളിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് MD അവിടുത്തെ GM ചോദിക്കുക, സാറിന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഞങ്ങൾ ഒരു മണിക്കൂറായി നിലത്ത് നിന്നിട്ടെന്ന് പറഞ്ഞു. പുള്ളി ഇത് വരുമ്പോൾ തന്നെ ഞാൻ ഇത് എത്ര FSSAനെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാ, ഇത് എത്ര FSSA കൊച്ചി ഫാക്ടറി കയറി ഇറങ്ങിയതാ. ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇംഗ്ലീഷ് ചൊല്ലില്ലേ, മൈൻഡ് നീഡ്സ് ഒബ്സ്റ്റക്കിൾസ് ടു ഡെവലപ്പ് ഇറ്റ്സ് പവർ എന്നാണ്. തടസ്സങ്ങളെ നേരിടണം അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ഇതെല്ലാ തടസ്സവും നമ്മളിവിടെ ഇങ്ങനെ നേരിട്ടിട്ടുണ്ട്. എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അമ്മമാർ വഴക്കിടുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ്.
അപ്പം വഴക്കിട്ടാൽ ഇറങ്ങിപ്പോവാണ്. ഇതിൻ്റെ കാരണം അവരിതൊന്നും ഫേസ് ചെയ്തിട്ടില്ലെന്ന്. നമ്മൾ കേരളത്തിലാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരിടാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. അത് നിങ്ങൾക്ക് നേരിടുമ്പോൾ ഒരു തലവേദനയായി തോന്നുമെങ്കിലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അസറ്റുകളായി മാറുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇരിക്കണം ഞാൻ. അതുകൊണ്ട് ഇത്രയും നല്ല ബിസിനസ് പഠിക്കാൻ പറ്റിയ പാഠശാല വേറെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലായിപ്പോയി, ചേർത്തലയിലായിപ്പോയി, അല്ലെങ്കിൽ ഇപ്പുറത്തായിപ്പോയി, എറണാകുളത്തായിപ്പോയി എന്ന് ചിന്തിക്കുകയോ വേണ്ട. പിന്നെ ബിസിനസ് ചെയ്യണം നിങ്ങളോട്. ഒരുപക്ഷെ നിങ്ങൾ എന്നേക്കാളും നല്ലോണം ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. എങ്കിലും എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് മലയാളി ബിസിനസ്സുകാരുടെ ഒരു പോരായ്മ, ഒരു പ്രൊഫഷണലിസം നമ്മൾ അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ഒരു അപ്പൻ മകൻ, അച്ഛൻ മകൻ, എപ്പോഴും ഒരു കേന്ദ്രീകൃതമായിരിക്കും. മനസ്സിലായി? ഒന്നെങ്കിൽ 1-2 പേരിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്നൊരു ബിസിനസ്സാണ്. ഞാൻ പണ്ട് സീറ്റ് ഹോം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എല്ലാം ഞാൻ തന്നെ നോക്കണം. എനിക്ക് ഇത്രയും സമയമൊന്നും വേറെ കാര്യത്തിന് ചിലവഴിക്കാനേ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നത് ഞങ്ങൾ അതിനെ പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഏതൊരു ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴും പ്രൊഫഷണലിസം മാക്സിമം കൊണ്ടുവരണം. അതാണ് ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞത്, ഒരു ടീം വർക്ക്. ടീമിനെ നമ്മൾ ഉള്ളിൽ കൊണ്ടുവരണം. ടീമിനെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നോ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ ഉണ്ടാക്കാൻ പറ്റൂ. ആ പ്രൊഫഷണലിസം ഏറ്റവും കൂടുതൽ എവിടെ വേണമെന്നറിയോ? നമ്മുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിലാണ്. നമ്മുടെ നാട്ടിലെ പൊട്ടിപ്പോകുന്ന ബിസിനസ്സുകാരെന്ന് പറയുന്നവരുണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോ. ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കുമായിരുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ ചോദ്യമാണ്, സാറ് ബിസിനസ്സുകാരാകണമെന്നല്ല പറയണേ, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഒരു കടക്കാരനായിരുന്നു. ഒരു ചെറിയ ഗ്രാമമാണ്, 3 ഷട്ടറുള്ളൊരു വലിയ കട നടന്നു. ആ ചേട്ടനായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ. പുള്ളിക്കാരന് കാറുണ്ട്, പുതിയ വീടുണ്ട്, മക്കളുടെ കല്യാണം വലുതിൽ നടക്കും, നാട്ടിലെ നമ്പർ 1 ആളാണ്. പക്ഷെ കൊറോണ വന്നൊക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ആശാൻ പൊട്ടിപ്പോയി. അപ്പോൾ ഈ കൊച്ചു ചോദിക്കുന്നത്, 10-14 വർഷം നാട്ടിലെ നമ്പർ 1 നിന്ന മനുഷ്യൻ 6 മാസം ഒരു കാര്യം വന്നപ്പോൾ പൊട്ടിപ്പോകാനേ ഉള്ളൂ ഈ ബിസിനസ്സെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങണം എന്നാണ് കൊച്ചിൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, മോളെ അത് 6 മാസം കൊണ്ട് പൊട്ടിയല്ല, ആ മനുഷ്യൻ കഴിഞ്ഞ 14 വർഷം ചെയ്തു കൂട്ടിയതിൻ്റെ പരിണിത ഫലമാണ് അനുഭവിച്ചത്. നമ്മുടെ നാട്ടിൽ പൈസയ്ക്ക് പണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പേരെന്തായിരുന്നു? ചക്രം. അപ്പം ഈ ചക്രം ഉരുട്ടാൻ നമുക്ക് ഭയങ്കര താല്പര്യം. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. മൊത്തം റോളിങ്ങാണ്. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട്, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട്, ഈ റോളിങ് കൂടിയുണ്ട്. പിള്ളേരുടെ ഞാൻ ക്ലാസ് എടുക്കാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ പോയി മാതാപിതാക്കൾ ബിസിനസ്സുകാരാണ്, വൈകുന്നേരം അത്താഴം കഴിക്കുന്ന ടേബിളിൽ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി. പുള്ളിക്ക് ഒന്നെങ്കിൽ ആഹാരം വേണ്ട, അല്ലെങ്കിൽ ഉറക്കം വരികയില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, തികട്ടി വരും. നാളെ ആർക്കും 5 ലക്ഷം രൂപ കൊടുക്കണ്ട, അതാണ് കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ചക്രത്തെ ഉരുട്ടിയാലുണ്ടല്ലോ, ഒരു ദിവസം ഈ ചക്രം നിങ്ങളൊന്ന് ഉരുട്ടും, പിന്നെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയല്ല. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ റോള് ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ. പണ്ടൊരു കമലഹാസൻ്റെ സിനിമയുണ്ടായിരുന്നു. പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ട് നല്ലൊരു വീട് കിട്ടി, അവിടെ പോയിട്ട് ഉറക്കം വരുന്നില്ല. പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയി ടേപ്പ് ചെയ്ത് ട്രെയിനിൻ്റെ ശബ്ദം പിടിക്കും, എന്നിട്ട് കിടക്കണതിൻ്റെ വാതിക്കോടെ വെച്ചിട്ടാണ് പുള്ളി ഉറങ്ങുന്നത് എന്ന് പറഞ്ഞ മാതിരി ആർക്കെങ്കിലും റോള് ചെയ്തേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ 3 ലക്ഷത്തിനൊന്നും റോള് ചെയ്യില്ലേ. നിങ്ങൾ റോൾ ചെയ്യണം, എന്നാൽ ഒരു 3 കോടിക്ക് ചിലപ്പോൾ അതിൻ്റെ അങ്ങനെയെങ്കിലും രക്ഷപ്പെടും. 3 ലക്ഷത്തിന് നിങ്ങൾ റോള് ചെയ്താലും എന്തുണ്ടാവും? നമ്മുടെയൊക്കെ ബ്ലഡിൽ ഒരു എൻസൈം ഉണ്ടാകുന്നുണ്ടെന്നാരും ടെൻഷൻ പിടിക്കുമ്പോൾ. ആ എൻസൈമാണ് നമുക്ക് വയറ്റ് വേനയും അടിവയറ്റ് വേനയും ഛർദിലൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ 3 ലക്ഷത്തിന് ടെൻഷൻ പിടിച്ചാലും 3 കോടിക്ക് ടെൻഷൻ പിടിച്ചാലും ഒരേ എൻസൈമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫണ്ട് റോള് ചെയ്യുന്ന പരിപാടി മാത്രം നിങ്ങൾ നിർത്തണം. നിങ്ങൾ മാത്രമല്ല, ഞാനും പണ്ട് ചെയ്തിരുന്നതാണ്. അത് നിർത്തിയപ്പോഴാണ് എനിക്ക് വേറെ ലെവലിലേക്ക് മാറാൻ പറ്റിയത്. അത് ഇന്നോ നാളെയോ നിങ്ങൾക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊരു 1000 രൂപയുടെ സെയിലുള്ള ഒരു കടയിലാണ് നമ്മുടെ കടയെങ്കിൽ അതിനകത്ത് 700 രൂപ അല്ലെങ്കിൽ 600 രൂപയെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ കൊടുക്കേണ്ടതായിരിക്കും. നമ്മൾ കൊടുക്കില്ല, നമ്മൾ 200 കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെയും ഇതുപോലെ കച്ചവടം ഉണ്ടാകും, അവന് വീണ്ടും 200 കൊടുത്താണ് നിർത്താമെന്ന്. അവനെന്ത് ചെയ്യുമെന്നറിയോ? എടാ, ഇവൻ 1000 കൊടുത്താലേ 200 തരുവുള്ളൂ എന്ന് അവന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ 10 രൂപയ്ക്ക് തന്നൊരു സാധനത്തിന് അവൻ 10 രൂപ 50 പൈസയാക്കും. അവൻ ചെയ്യണമല്ലോ, അതല്ലേ സ്വാഭാവികമായിട്ടും. B2B കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതായത് ബിസിനസ് ഹോൾസെയിലൊക്കെ ചെയ്യുന്നവർ
നാട്ടുകാരെന്തോരം പേര് പൈസ തരാനുണ്ട് ഇല്ലേ? ഉറപ്പായിട്ടും തരാനുണ്ട്. അതിലൊരു 10-20% ബാഡ് ഡെപ്റ്റ്സ് ആവും, ഒരു സംശയം വേണ്ട. ഫ്രഷ് ടു ഹോമിൻ്റെ വിജയം എന്നാണെന്നറിയോ? ഞങ്ങളുടെ 99.8% B2C ആണ്. ഞങ്ങൾ B2B ചെയ്യുന്നേ ഇല്ല. ഞങ്ങൾ B2B ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ടേൺ ഓവർ 3000 കോടിക്ക് മുകളിലാണ്. ഞങ്ങൾക്കത് വേണ്ട. നിങ്ങൾക്ക് B2B, അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ കോമ്പറ്റീറ്റർ അവന് 15 ദിവസം ക്രെഡിറ്റാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ 25 ദിവസം ക്രെഡിറ്റ് കൊടുത്താൽ മതി, അവനെടുത്തോളൂ. അല്ലെങ്കിൽ തലമറിച്ചൊന്നും ചെയ്യേണ്ടതിന്. ഇത്രയേ ഉള്ളൂ കാര്യം. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ദുബായിൽ, എല്ലാ ലോകത്തും ഇത് തന്നെ. യൂറോപ്പ്, അമേരിക്ക ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. കൊണ്ടേ കൊടുത്താൽ 90 ദിവസം, 100-150 ദിവസം കഴിയുമ്പോൾ പൈസ കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ പണത്തെ ഇങ്ങനെ മറിക്കരുത്. ഇങ്ങനെ മറിക്കുകയും ചേഞ്ച് ചെയ്യുകയും നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പണത്തെ നമ്മൾ പ്രൊഫഷണലായി മാനേജ് ചെയ്യണം. ഇന്ന് എനിക്കും ഷാനും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് നാളെ വേണേൽ 100 കോടി രൂപ എടുത്ത് മറിക്കണമെന്ന് വെച്ചാൽ ഈശ്വര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു 1000 രൂപ ഇന്ന് എടുക്കണമെങ്കിൽ ഞാൻ ആദ്യം ഷാന് മെയിലിടും, ഷാൻ എനിക്കൊരു 1000 രൂപ വേണം. ഷാൻ ഉടനെ ആ മെയിൽ ഞങ്ങളുടെ CFOയ്ക്ക് കൊടുക്കും. CFO ഉടനെ അത് ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ട് ചോദിക്കും, ഇയാളിപ്പം മേടിച്ച വല്ലതും തരാനുണ്ടോയെന്ന് ചോദിക്കും. ഉടനെ അവർ പറയില്ല, പുള്ളിക്കൊന്നും തരാനില്ല. ശരി, അപ്പോൾ CFO പാസ്സാക്കി ഷാന് കൊടുക്കും. ഷാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഷാൻ പാസ്സാക്കി തരുമ്പോൾ എനിക്കൊരു 1000 രൂപ തരും എൻ്റെ അക്കൗണ്ടിലേക്ക്. ഷാന് വേണമെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ച് ചെയ്യണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പക്ഷേ എന്ന് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എടുത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നോ, കുറച്ച് നാളുകൾ നിങ്ങൾക്ക് അതിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ല നിങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ടായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിനെ എടുത്ത് കളിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ചക്രമുരുട്ടി നിങ്ങളെ കുഴിയിലിടുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഫണ്ടിനെ, മണി നിങ്ങൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യണം. മണിയെ മാനേജ് ചെയ്യുന്നതിന് പ്രൊഫഷണലിസം കൊണ്ടുവന്നേ പറ്റൂ. ആദ്യം കുറച്ച് നാളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ സ്കൂട്ടറിലാണ് നടന്നതെങ്കിൽ അടുത്ത 2 വർഷം കൂടി നിങ്ങൾ ആ സ്കൂട്ടറെ തന്നെ നടക്കണമെന്ന് ഞാൻ പറയും. നിങ്ങളൊരു ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ വായ്പ എടുത്താൽ കൃത്യമായി നിങ്ങൾ ആദ്യത്തെ 1 വർഷവും 2 വർഷവും ബാങ്കിന് കൃത്യമായി അടച്ചാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കൂടും. ബാങ്ക് നിങ്ങളെ വിളിച്ചിട്ട് പറയും, ചേട്ടാ നിങ്ങൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യും, ഞങ്ങൾ 20 ലക്ഷം തരാമെന്ന് പറയും. അതേ സ്ഥാനത്ത് നിങ്ങൾ ആ 10 ലക്ഷം പോലും കൃത്യമായി അടയ്ക്കാൻ പറ്റാതെ ബാങ്കിനെ വലിപ്പിച്ചുകൊണ്ടിരുന്നാൽ സിബിൽ സ്കോർ കുറയും, വേറെ ഒരു ബാങ്കിലും പോകാൻ പറ്റാതെയാകും. ആ ബാങ്കിൽ പോലും നിങ്ങളോട് പറയും 10 എന്നുള്ളത് ഞാൻ 5 തരാൻ പറ്റുള്ളൂ, ബാക്കി പൈസ തിരിച്ചടയ്ക്കാൻ പറയും. അതുകൊണ്ട് നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഒരു ബിസിനസ് തുടങ്ങുന്ന ആദ്യത്തെ 2 വർഷക്കാലം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൃത്യതയും ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കും അടുത്ത 20 വർഷത്തേക്കുള്ള നിങ്ങളുടെ എഞ്ചിൻ ഓയിലായിട്ട് മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഒരിക്കലും നമ്മളൊരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലേക്ക് പോകരുത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആൾക്കാർക്ക് പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞ ശീലം കൊണ്ടാണ് നമ്മുടെ മനസ്സിലങ്ങനെയുള്ളത്. വല്ല പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോയാലോ, അപ്പോൾ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കും? ചെക്കൊക്കെ എപ്പോഴും കഷത്തിരിച്ചു തരും, നമ്മുടെ കഷത്തിൽ തന്നെയാണ്. ഇതൊക്കെ എന്താണെന്നറിയോ? നമ്മുടെ കാരണവന്മാരുടെ കാലത്ത് അങ്ങനെയായിരുന്നെന്ന്. ഇന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി 5 പൈസ ഒരാളെടുത്താൽ അപ്പം നിങ്ങളുടെ മെസ്സേജ് വരും നിങ്ങൾക്ക്, ഇല്ലേ? നമ്മൾ പിന്നെ എന്തിനാണെന്ന് ഇതിനെല്ലാ സിസ്റ്റവും നമ്മുടെ മുമ്പിലുണ്ടല്ലോ, എല്ലാ ടെക്നോളജിയും നമ്മുടെ മുമ്പിൽ കിടപ്പില്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത്? നിങ്ങൾ 10 പേരെ എടുത്താൽ 2 പേരെ ചിലപ്പോൾ നിങ്ങളുടെ ടീമിന് പറ്റിയ ആളുണ്ടാവുള്ളൂ, ബാക്കി 8 പേരെ നമുക്ക് മാറ്റാം. വിശ്വാസത്തിൻ്റെയും അവനെന്നെ ചതിക്കുക, അതിൻ്റെയൊക്കെ കാലം കുറേ മാറിപ്പോയി. പിന്നെ ഉണ്ടായിരുന്നത് എന്താണ്? എപ്പോഴും ബിസിനസ്സിൽ നമ്മൾ 51% ഷെയർ എൻ്റെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പോകും. നിങ്ങൾ ഫ്ലിപ്കാർട്ടെന്ന് കേട്ടിട്ടില്ലേ? ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ സച്ചിനും ബിന്നിയും കൂടിയാണ് ഫ്ലിപ്കാർട്ട് തുടങ്ങി. ഞാൻ 2012 സിറ്റികോൺ തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏക ഉദാഹരണം ഫ്ലിപ്കാർട്ടാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്ലിപ്കാർട്ടല്ല. അന്നത്തെ ഫ്ലിപ്കാർട്ട് ഒരു ബുക്കും മാത്രം വിൽക്കുന്ന ഒരു ബുക്ക് ഷോപ്പായിരുന്നു, പുസ്തക ഷോപ്പായിരുന്നു. സച്ചിനും ബിന്നിയും സ്കൂട്ടറിൽ ബുക്ക് കൊണ്ടുപോയി നടന്ന് വിറ്റുന്ന കാലം. അപ്പോൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ബിന്നിയുടെ ഷെയർ എത്രയാണെന്നറിയോ? 6.5% ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഞാൻ തുടങ്ങിയ കമ്പനി വിൽക്കുമ്പോൾ എൻ്റെ തന്നെ കമ്പനിയാണ്, പക്ഷേ വിൽക്കുമ്പോൾ എൻ്റെ 6.5% ഉള്ളൂ. ആ 6.5% ബിന്നിക്ക് കിട്ടിയത് 1600 കോടി രൂപയാണ്.
ആ വർഷം ഏറ്റവും കൂടുതൽ ടാക്സ് അടച്ച ബിന്നിയായിരുന്നു. ബിന്നി സച്ചിനും കൂടി തീരുമാനിക്കുവാണ്, ഇത് 1% പോലും ഞാൻ ആർക്കും കൊടുക്കില്ല, ഞങ്ങൾ തന്നെ തിന്നും എന്ന് വെച്ച് 100% അവരുടെ കയ്യിൽ വെച്ചിരുന്നെങ്കിൽ അവരുടെ 100% വിറ്റാലും 100 കോടി രൂപ പോലും കിട്ടിയല്ലോ. അതായത് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ നമ്മൾ മാറണം. പിന്നെയുള്ള എന്താ, ബിസിനസ് ചെയ്യാൻ പണം വേണ്ടേ? അതാണ് അടുത്ത ചോദ്യം. ബിസിനസ് തുടങ്ങാനാണെങ്കിലും പണ്ട് ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയ കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് വീട്ടിലെ ആധാരം കൊണ്ടേ പണയം വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ തരും, നല്ല കച്ചവടമാണ് നിനക്ക് കൊള്ളാം, അല്ല ബാങ്ക് കൊണ്ടുപോകും. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആകെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കുക, എനിക്കതേ അറിയില്ല. പക്ഷേ എന്നെ ഫോബ്സ് മാഗസിൻ ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു ആദ്യമായിട്ട്. അപ്പോൾ ഫോബ്സ് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഫോബ്സിനെ കേട്ടിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരുടെ പേരെഴുതുന്ന പേരൊക്കെ അടിച്ചു തന്നെ മാഗസിൻ എന്തിനാണ് എന്നെ കാണാൻ വരുന്നതായിപ്പോയി. എൻ്റെ കൂടെ 3 ദിവസം നടന്നിട്ട് പോകാൻ നേരത്ത് അവരാണ് എന്നോട് പറയുന്നത്, മാത്യു ഞങ്ങൾ നിങ്ങളെ കാണാൻ ഇവിടെ വരാൻ കാര്യം, 3 പേര് 3 ദിവസം എൻ്റെ കൂടെ നടക്കുക ഡൽഹിയിൽ നിന്ന്. എന്നെ ഇവിടെ വരാൻ കാര്യം seatohome.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. seatohome.com ആണ് ലോകത്തിൽ ആദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ എത്തിച്ചത്. seatohome.com ആണ് ലോകത്തിൽ ആദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ സംതിങ് ഉണ്ട് പിന്നിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇൻ്റർവ്യൂ ആണ്, VC സർക്കിൾ. ഇപ്പോഴും ഉണ്ടോ VC സർക്കിൾ? നിങ്ങൾ ഓൺലൈൻ അടിച്ചു നോക്കിയാൽ കാണാം. പൈസ കൊടുത്താലേ അവരുടെ ലേഖനം നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ VC സർക്കിളിൽ ഒരു മലയാളി പയ്യനെ എന്നെ കാണാൻ വന്നത്. മലയാളി പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നോക്കിക്കോ, ഇത് പൊളിക്കും, പൈസ ആയിക്കോട്ടെ, ആൾക്കാർ വരും, വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിക്കാർ വരും, ഇത് ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഞാൻ കുറച്ചേരം പറഞ്ഞ കേട്ട് പൈസ ആയിട്ട് നമ്മളെ തിരക്കി ആൾ വരും നമുക്ക്. എനിക്ക് അപ്പോഴും അവൻ്റെ മനസ്സിൽ അവൻ പറയണത് എന്താണെന്ന് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ സാധനങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് 2015 ഞാൻ ഷാനുമായി ചേർന്ന് ഞങ്ങൾ ഫ്രഷ് ടു ഹോം ആയപ്പോൾ, ഷാൻ അമേരിക്കയിൽ 7 വർഷം ജോലി ചെയ്ത ആളാണ്, Zynga.comൻ്റെ ഇന്ത്യയിലെ CEO ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല, ഞങ്ങളുടെ പരിചയമാകെ സീറ്റ് ഹോമിലെ കസ്റ്റമറായിരുന്നു പുള്ളി എന്നുള്ളതാണ്. മീൻ കിട്ടാതെ വന്നപ്പോഴാണ് പുള്ളി എന്നെ അന്വേഷിച്ചിറങ്ങുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കൂടിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ കമ്പനികളും ഇന്ന് ഫ്രഷ് ടു ഹോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലോകത്തിൽ ഞാനും നിങ്ങളും മേടിക്കുന്ന പോലെ ഈ ആധാരം കൊണ്ടേ പണയം വെച്ച് പൈസയും മേടിക്കുന്നവരല്ല, അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഈ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കി നടക്കുവാണ്. അവർക്ക് നിങ്ങളുടെ കമ്പനി വേണ്ട, അവർക്ക് നിങ്ങളുടെ കമ്പനി വാങ്ങാൻ നേരവും ഇല്ല, അത് കൊണ്ടു നടക്കാൻ സമയവും ഇല്ല. അവർക്ക് വേണ്ടത് ഞാൻ 100 രൂപ നിക്ഷേപിച്ചാൽ എനിക്ക് അടുത്ത 3 വർഷം കഴിയുമ്പോൾ 200 300 ആക്കി തിരിച്ചു കിട്ടുമെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് കമ്പനികൾ ലോകത്തുണ്ട്. ഈ ഞങ്ങളുടെ ഡി ലെവൽ ഫണ്ടിങ് ആമസോണുമായി നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്നൊരു കമ്പനി വന്നു. ബോംബെയിൽ ഞാനാണ് അവരെ കൊണ്ടുപോയി. ഞങ്ങളുടെ ഫാക്ടറിയെ കണ്ട് അവരുടെ ഫണ്ടിങ് എത്രയാണെന്നറിയോ? $1 ട്രില്യൺ. ആരും അടിച്ചു നോക്കണ്ട, അതിലൊന്നും കിട്ടിയല്ല. $1 ട്രില്യൺ ഫണ്ടുള്ള ആ കമ്പനി എന്നോട് മലയാളത്തിലെ 3 സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലും സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ വളരെ ആധികാരികമായി പ്രവർത്തിക്കാൻ അവിടെയൊക്കെ സംസാരിക്കാൻ പോകുന്ന എനിക്ക് പോലും അറിയില്ലാത്ത 3 സ്റ്റാർട്ടപ്പ് കമ്പനികളെക്കുറിച്ച് അവരെന്നോട് ചോദിക്കുകയാണ്. എന്തു മനസ്സിലായി? നമ്മൾ എന്ത് തുടങ്ങിയാലും എവിടെയൊക്കെയോ ഇരുന്ന് നമ്മളെ പഠിക്കുന്നുണ്ട് ആൾക്കാർ. നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ചും അവർക്ക് ഫണ്ട് നിക്ഷേപിച്ച് പറ്റുള്ളൂ. അവർ ആധാരം പണയം വെച്ച് വെച്ചേക്കണ പൈസ അല്ലെന്ന്. ഒമാൻ ഗവൺമെൻറ്റിൻ്റെ PF പെൻഷൻ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ആളെ തിരക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അത്രയും വലിയ അവസരങ്ങൾ ഇന്ന് ഈ ലോകത്ത് നിൽപ്പുണ്ട്. പക്ഷേ അവർക്ക് തോന്നണം ഇവൻ ഇറങ്ങി നിൽക്കുന്ന ഫീൽഡ് വലുതാണ്, ഇവൻ വളരാൻ ഇനിയും സാധ്യതകളുണ്ട്, ഇവൻ്റെ 97% ബാക്കി കിടക്കുവാണെന്ന് അവന് മനസ്സിലാകണം. പിന്നെ ഇത് കൊണ്ടു നടക്കാൻ അവനെ കൊണ്ട് പറ്റും. നാളെ മാത്യുവും ഷാനും ഇല്ലെങ്കിലും ഫ്രഷ് ടു ഹോം നടക്കണം. ഞങ്ങളില്ലെങ്കിലും ഫ്രഷ് ടു ഹോം നടക്കും. ഇതൊരു ടീം വർക്കാണ്. ആ ടീം വർക്ക് അങ്ങനെ കൊണ്ടു നടന്നോളും എന്നൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റും. പിന്നെ ബുക്കുകളെല്ലാം ഓപ്പൺ ആയിരിക്കണം. നമ്മുടെ ആൾക്കാരുണ്ടല്ലേ, പകുതി സെയിൽ ടാക്സ് കൊടുക്കും, ബാക്കി കൊടുക്കില്ല. പിന്നെ അവൻ പിടിക്കുന്ന ഒരു തലവേദനയുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾ അതിനൊക്കെ സമയം കളയല്ലേ, ആ സമയം കൂടി പുതിയ വളർച്ചയ്ക്കും പുതിയ കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുക.
നിങ്ങൾ കൊടുക്കേണ്ട ടാക്സൊക്കെ മാന്യമായി കൊടുത്ത് ജീവിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കൂടുതൽ സമയം കിട്ടും. നമ്മൾ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തും. പുതിയ പുതിയ മേഖലകളിലേക്ക് വരും. നമ്മൾ ഒത്തിരി വളരാനുള്ള എല്ലാ സാഹചര്യവും ഈ ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ മണ്ണിലുണ്ട്, ഏത് വിഷയത്തിനായാലും. പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് സത്യം. ഇല്ല എന്ന് ഞാൻ തീർത്തു പറയാം. ഈ ലോകത്ത്, ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ആകെ ഇന്ന് ലോകം എന്ത് ഭരിക്കണമെങ്കിലും നിങ്ങൾക്ക് ബ്രാൻഡ് വേണം. ബ്രാൻഡ് ഇല്ലാതെ ഒരു കാര്യവുമായി നിങ്ങൾക്ക് D2Cയിൽ ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് കേരളത്തിൽ ആകെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു 50% ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സാധനമുള്ളൂ. എന്താണ് പറയോ? കേരളത്തിൽ 50%മെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ടൂറിസമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തിലകനും അശോകനും ഉണ്ട്. 2 ധീവര സമുദായത്തിൽപ്പെട്ട പിള്ളേരാണ്. അവർക്കൊന്നുമില്ല, ആകെ 2 ചിക്കാരി വെള്ളമുണ്ട്, ചെറിയ വെള്ളം. അതുമായി രാവിലെ ഇറങ്ങുന്നു, ഒരാൾ അവിടെ ഇറക്കുന്നു, ഒരാൾ ഇപ്പുറം ഇറക്കുന്നു, തിരിച്ചു വരാൻ വൈകുന്നേരം 2 പേരും 2000 രൂപ ഉണ്ടാവും. അവരുണ്ടാക്കിയതല്ലത്. അത് ടൂറിസത്തെ നമ്മൾ ബ്രാൻഡ് ചെയ്തത് കൊണ്ടുണ്ടായ ഉപോൽപ്പന്നങ്ങൾ. അങ്ങനത്തെ ലക്ഷക്കണക്കിന് അശോകന്മാരും തിലകന്മാരും. ഞാൻ കഴിഞ്ഞ ഗൾഫ് ഫുഡ് ഷോയ്ക്ക് ദുബായിൽ പോയി. അവിടെ ഒരു ഷോപ്പ് 7 ദിവസം നടത്തണമെങ്കിൽ ഏകദേശം ഇന്ത്യയിൽ 40 ലക്ഷം രൂപ വേണം. അത്രയും രൂപ മുടക്കി അവിടെ വന്നിട്ടുള്ള ഷോപ്പുകൾ കയറി ഇറങ്ങി നടന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അമേരിക്കയിൽ നിന്നുള്ളൊരു ഷോപ്പാണ്. ഞാൻ ആ ഷോപ്പിൽ ചെന്നപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്നാണെന്നറിയോ? നമ്മളെല്ലാം പറയില്ല, ഞങ്ങളുടെ നാട്ടിൽ ചീനിക്കപ്പ എന്ന് പറയും. മധുരക്കിഴങ്ങില്ലേ, വൈകുന്നേരം അമ്മച്ചി സ്കൂളിൽ നിന്ന് വരുമ്പോൾ മുറിച്ച് വെച്ചേക്കില്ലേ, മധുരക്കിഴങ്ങാണ്. അതുമാണ്. അപ്പം ഞാനോർത്ത് അതുകൊണ്ട് അവരെന്തോ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാണ്. ഒന്നുമില്ല. മണ്ണിൽ നിന്ന് പറിക്കുന്നു, പേപ്പർ കാർട്ടിനകത്ത് പൊതിയുന്നു, മിനിമം 4 കണ്ടെയ്നർ വെച്ച് ഒരാഴ്ചയിൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 16 രാജ്യങ്ങളിലേക്ക് അവർ ചെയ്യുന്നുണ്ട്. ഞാനന്ന് അവിടുത്തെ മനോരമക്കാരോട് പറഞ്ഞു, ഇതൊക്കെ വേണം നിങ്ങൾ വാർത്തയാക്കാൻ. അങ്ങനെ പിറ്റേ ദിവസം എന്നെയും കൊണ്ടുപോയി മനോരമ, ഞാനവിടെ നിൽക്കുന്നൊരു ഫോട്ടോയൊക്കെ വെച്ചൊരു വാർത്ത ഇട്ടു. വാ കൊണ്ട് മാത്രമല്ല ഭക്ഷണം, തല കൊണ്ടുവന്നായിരുന്നു ഹെഡിങ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു 1/2 പേജ് വലിയൊരു ന്യൂസ് അവർ കൊടുത്തു. ഞാൻ ആ ചീനിക്കപ്പ എൻ്റെ ഷാർജയിലെ വീട്ടിൽ കൊണ്ട് എപ്പോഴും നിന്നുണ്ട്. എനിക്ക് നമ്മുടെ ചീനിക്കപ്പയുടെ പകുതി ടെസ്റ്റ് വരും തോന്നില്ല. ഇനി ന്യൂട്രീഷണൽ വൈസ് അതിലും വലുതാണോ എന്ന് എനിക്കറിയില്ല. അത്തരം എത്രയോ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ നമ്മുടെ മണ്ണിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നും വേണ്ട. നിങ്ങൾ ബാംഗ്ലൂർ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കണം. പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന സ്റ്റാൻഡിൻ്റെ അവിടെ മാറി നിന്നിട്ട് പതിയെ നോക്കണം. അവിടെ ഇരിക്കുന്ന നെയ്യ്, മിൽമയുടെ നെയ്യിരിപ്പുണ്ടാവും, അമൂലിൻ്റെ നെയ്യിരിപ്പുണ്ടാവും. അവിടെ വരുന്നതിൽ 99% ആൾക്കാർ ഏത് നെയ്യ് എടുക്കും? അമൂലെടുക്കുമോ മിൽമ എടുക്കുമോ? അമൂല എടുക്കുകയുള്ളൂ, ഒരു സംശയവും വേണ്ട. വേണം നിങ്ങൾ മലയാളികളില്ല ഞങ്ങൾ മിൽമ എടുക്കണം തോൽപ്പിക്കാൻ ഇല്ലെന്ന്. ഒരുപക്ഷെ അമൂലിനേക്കാളും നല്ലതായിരിക്കും മിൽമ. ഒറ്റ സാധനമുള്ളൂ, അവൻ്റെ മനസ്സിനകത്ത് കയറിയ ബ്രാൻഡാണ്. അതുകൊണ്ട് ബ്രാൻഡ് ഇല്ലാതെ ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റുമായി നിങ്ങൾ പുറത്തിറങ്ങരുത്. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം കുറേ പണം ചെലവഴിക്കേണ്ടി വരും. പക്ഷേ പണ്ടത്തെ പോലെ ഒത്തിരി പണമൊന്നും വേണ്ട. ഇപ്പോൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സൗജന്യമായി ഉണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ച് വലിയ ബ്രാൻഡുകളെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് പ്രൊഡക്റ്റിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഫ്രഷ് ടു ഹോം എന്ന ബ്രാൻഡിൻ്റെ ബലത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുകയല്ലോ. എനിക്കൊരു ചീട്ട് വന്നിട്ടുണ്ട്, 5 മിനിറ്റ് തീർന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നും ഞാൻ പറയുന്നത് മുഴുവനുമാണ് ശരിയെന്നൊന്നും ഞാൻ PhD എടുത്തൊരു സ്കോളറൊന്നുമല്ല, ഒരു അധ്യാപകനല്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചതാണ്. എല്ലാ കാര്യങ്ങളിലും പ്രൊഫഷണലിസം കൊണ്ടുവരണം, ബ്രാൻഡ് കൊണ്ടുവരണം. ആയിരക്കണക്കിന് അവസരങ്ങൾ ഇനിയുമുണ്ട്. ടെക്നോളജി അത്രയ്ക്കും വലുതാണല്ലേ. ഒരു ദിവസം കോളേജ് ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരു കൊച്ചനോട് ചോദിച്ചു, സാറ് മീൻ വരെ തുടങ്ങി, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് തുടങ്ങാനാന്ന് ചോദിച്ചു. സാറ് മീൻ വരെ ഓൺലൈനിൽ തുടങ്ങി, ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് എന്ത് തുടങ്ങാനാണ്? അവിടെ കൊണ്ട് തീർന്നതാണ് അവൻ്റെ ഉദ്ദേശം. ഞാൻ 2012 സീറ്റ് ഹോം തുടങ്ങിയത്. 2013 ഒരു പയ്യൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഒന്ന് നിർത്തി. ആ പയ്യൻ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് ഓയോ. അവന് സ്വന്തമായി ഇന്ത്യയിൽ ഒരു ഹോട്ടലില്ല. എന്തിന്? ഒരു റൂം പോലും ഇല്ല അവന്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കാരണവന്മാർ ബാങ്കിൽ കൊണ്ടുപോയി വീട്ടിലെ ആധാരവും പണയവും പണ്ടവും കൊണ്ട് പണയം വെച്ച് പടുതുകൂർത്തിയ ഇന്ത്യയിലെ 3 ലക്ഷത്തിലധികം ഹോട്ടലുകളിൽ ആര് കിടന്നുറങ്ങണമെന്ന പയ്യൻ തീരുമാനിക്കും. അതാണ് ടെക്നോളജി. അത്രയും വലിയ ടെക്നോളജികൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അതിനെ ഉപയോഗിക്കണം. നമ്മുടെ ഈ വലിയ മാർക്കറ്റിനെ നിങ്ങൾ ചൂഷണം ചെയ്യണം. മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ കൊടുക്കാതെ നമ്മുടേതായ പ്രസ്ഥാനങ്ങളെ ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആകാതെ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.